Hello everyone, welcome to today's video. ഇന്നത്തെ വീഡിയോയിൽ പവർ സിസ്റ്റം അനാലിസിസ് 6th സെമസ്റ്ററിലെ ഒരു സബ്ജക്റ്റാണ് പവർ സിസ്റ്റം അനാലിസിസ്. പവർ സിസ്റ്റം അനാലിസിസിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ പെർ യൂണിറ്റ് സിസ്റ്റം എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിംപ്ലി പറയുകയാണെങ്കിൽ പെർ യൂണിറ്റ് സിസ്റ്റം നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? പെർ യൂണിറ്റ് വാല്യൂ ഈക്വൽ ടു actual value of a quantity in any units divided by the base or reference value in the same unit. നമ്മൾ ഏത് യൂണിറ്റ് ആണോ ന്യൂമറേറ്ററിൽ എടുക്കുന്നത് ആ സെയിം യൂണിറ്റിൻ്റെ പാരാമീറ്റർ തന്നെയായിരിക്കും നമ്മൾ ഡിനോമിനേറ്ററിൽ എടുക്കുക. ഫോർ എക്സാമ്പിൾ സിംഗിൾ ഫേസ് സിസ്റ്റമാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സിംഗിൾ ഫേസ് സിസ്റ്റത്തിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഫോർ ദാറ്റ് നമ്മൾ per unit system calculate ചെയ്യുമ്പോൾ first we have to set the base value. ഈ base or reference value നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ per unit value കണ്ടുപിടിക്കുന്നത്. ഈ കേസിൽ സിംഗിൾ ഫേസ് സിസ്റ്റത്തിൽ ഒരു ബേസ് വോൾട്ടേജ് ഞാൻ കൺസിഡർ ചെയ്യാണ് VB and also I am considering one base volt amperes I am also considering. Voltage and MVA base values, not here I am not considering MVA, simply volt ampere base consider cheyanengil what could be our base current IB equal to volt ampere base divided by വോൾട്ടേജിൻ്റെ യൂണിറ്റ് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ വോൾട്ടേജ് വാല്യൂ വരണം. MVA ബേസ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ബേസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസ് കറൻറ്റ് കിട്ടും. ദെൻ വാട്ട് ഈസ് ബേസ് ഇംപീഡൻസ് ZB equal to V by I. We know V by I, that is, since this value in base we must consider VB divided by IB. And here what is IB? Volt ampere base divided by volt base. I am taking this value to numerator, so ZB equal to VB the whole square divided by VA base. And normally practical case il voltage in the range kilovoltum KVA range എന്ന് പറയുന്നത് മെഗാ വോൾട്ട് ആംപിയർ റേഞ്ചിലായിരിക്കും. അതുകൊണ്ട് ഹിയർ ഐ എം റീപ്ലേസിങ് ദിസ് വിത്ത് KVB the whole square divided by MVA. കിലോ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10 power 3 the whole square means 10 power 6 ആണ്. ഈ 10 power 6ഉം ഈ 10 power 6ഉം ക്യാൻസൽ ചെയ്ത് പോവും. അതുകൊണ്ടാണ് ഞാനിവിടെ 10ൻ്റെ പവർ ഒന്നും കൺസിഡർ ചെയ്യാത്തത്. ഇനി ഈ ബേസ് ഇംപീഡൻസിൻ്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ആസ് പെർ ദി ഡെഫിനിഷൻ പെർ യൂണിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ. ലെറ്റ് Z in ohms be our actual value and what is base? ZB. If I substitute the values over here, Z in ohms divided by ZB. What is ZB? KV base the whole square divided by MVA base,
and taking this value to numerator. So Z per unit equal to Z in ohms divided by kVb the whole square into MVA base. ഇതാണ് നമുക്ക് പെർ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പെർ യൂണിറ്റ് വാല്യൂ ഓഫ് ഇംപീഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോർ സിംഗിൾ ഫേസ് സിസ്റ്റം. സിംഗിൾ ഫേസ് സിസ്റ്റത്തിൻ്റെ ഇക്വേഷനാണ് നമുക്കിവിടെ കിട്ടിയത്. ഇനി 3 ഫേസ് സിസ്റ്റത്തിന് ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് എ 3 ഫേസ് സിസ്റ്റം, വാട്ട് ഈസ് ദി ഡിഫറൻസ്? ഇവിടെ കണ്ടുപിടിക്കുന്ന ബേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ ടു ലൈൻ വാല്യൂ ആയിരിക്കും. ഈ വോൾട്ട് ബേസ്, നമുക്ക് ബേസ് വോൾട്ടേജ് നോർമലി ലൈൻ ടു ലൈൻ വാല്യൂവിലാണ് നമുക്ക് തരിക. ആൻഡ് ബേസ് വി എ എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ആയിരിക്കും. ടോട്ടൽ വാല്യൂ 3 ഫേസ് സിസ്റ്റം എന്ന് പറയുന്നത് 3 ഫേസിൻ്റെ, അതായത് 3 ഫേസിൻ്റെയും ടോട്ടലാണ് നമുക്ക് കിട്ടുന്ന ബേസ് വി എ. സോ ഈ ബേസ് കറൻറ്റ് ഐ ബി എന്ന് പറയുന്നത് 3 ഫേസ് സിസ്റ്റത്തിൻ്റെ വോൾട്ട് ആംപെയർ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? വോൾട്ട് ആംപെയർ ഈസ് നത്തിങ് ബട്ട് അവർ അപ്പാരൻറ്റ് പവർ. അപ്പാരൻറ്റ് പവർ ആണ് വോൾട്ട് ആംപെയർ എന്ന് പറയുന്നത്. അപ്പാരൻറ്റ് പവർ ഈക്വൽ ടു √3 ഇൻറ്റു വി എൽ ഇൻറ്റു ഐ എൽ. √3 ഇൻറ്റു വി എൽ ഇൻറ്റു ഐ എൽ ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് ഐ എൽ ഈക്വൽ ടു വാട്ട്? VA divided by √3 into VL. VA divided by √3 into VL ആണ് IL ന് കിട്ടുന്ന ഇക്വേഷൻ. And in this case I am considering star connection. And what is the speciality of star connection? In star connection we know V phase equal to VL by √3, and what is I phase? I phase is equal to IL itself. Line currentum phase currentum same ആണ്. and V phase എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജിനെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് V phase എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെൽറ്റ കണക്ഷനിൽ ഒരു വാല്യൂ തന്നാലും അതിനെ ഇക്വാലൻറ്റ് സ്റ്റാറിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഹിയർ ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബേസ് കറൻറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആംപെയർ ബേസ് ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു വി ബേസ്. ഈ √3 എങ്ങനെയാണ് വന്നതെന്ന് ഈ ഇക്വേഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി ബേസ് ഇംപീഡൻസ് കണ്ടുപിടിക്കണം. ബേസ് ഇംപീഡൻസ് നമ്മൾ എപ്പോഴും സ്റ്റാർ കണക്ഷൻ ആയാലും ഡെൽറ്റ കണക്ഷൻ ആയാലും ഇതൊരു സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ ബേസ് ഇംപീഡൻസ് ഓർ ഇംപീഡൻസ് വാല്യൂ എപ്പോഴും നമ്മൾ പെർ ഫേസിലാണ് മെൻഷൻ ചെയ്യുക. പെർ ഫേസ് വാല്യൂ ആണ് ഇംപീഡൻസിനെ എപ്പോഴും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ സെഡ് ബി എന്നുള്ള ഫോർമുല എങ്ങനെ മാറും? വി ബി എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ആയിരിക്കും. ഐ ബി എന്ന് പറയുന്നതും ഫേസ് വാല്യൂ ആയിരിക്കും. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കറൻറ്റ് ലൈൻ കറൻറ്റ് ആണ്. ബട്ട് ഇൻ സ്റ്റാർ കണക്ഷൻ ലൈൻ കറൻറ്റ് ഈക്വൽ ടു ഫേസ് കറൻറ്റ്. സോ ഈ ഐ ബിയുടെ ഇക്വേഷൻ നമുക്ക് സെയിം ഈ ഇക്വേഷനായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ബട്ട് വി ബി എന്ന് പറയുന്നത് ഫേസിലാക്കണമെങ്കിൽ ലൈൻ വോൾട്ടേജിനെ ഡിവൈഡഡ് ബൈ √3 നമുക്ക് ചെയ്യണം. സോ ഹിയർ വി ബി ഡിവൈഡഡ് ബൈ √3 എന്ന് വരും. ഈ ഇക്വേഷനിൽ MVA ബേസ് ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു വി ബി എന്ന് വരും. രണ്ട് വാല്യൂ ഈ ഇക്വേഷനിൽ എടുക്കുകയാണെങ്കിൽ √3 ന്യൂമറേറ്ററിലും ഈ √3 ഡിനോമിനേറ്ററിലുമായിട്ട് വരും. വി ബി ബൈ √3 എന്നുള്ള വാല്യൂ ഹിയറും ഈ √3 ഇൻറ്റു വി ബി എന്നുള്ളത് ന്യൂമറേറ്ററിലും വരും. സോ
these two values get cancelled and we will get again the value as VB square divided by volt ampere phase. Again നമ്മൾ നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ പ്രാക്ടിക്കൽ റേഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് കിലോ വോൾട്ടും എം വി എ ആയതുകൊണ്ട് ഐ ആം റീപ്ലേസിങ് ദിസ് വോൾട്ട് ബേസ് ആൻഡ് എം വി എ ബേസ് വിത്ത് കിലോ വോൾട്ട് ആൻഡ് എം വി എ. ഓക്കെ, സോ അഗെയിൻ we will get the same value. Why? Because സെറ്റ് ബേസിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ സെയിം തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് പെർ യൂണിറ്റിൻ്റെ ഇക്വേഷനും സെയിം ആയിരിക്കും. ഡിഫറൻസ് ഈസ് ദാറ്റ് ഈ കെ വി എന്ന് പറയുന്നത് ഇവിടെ ഈ ഇക്വേഷനിൽ കെ വി എന്ന് പറയുന്നത് ലൈൻ ടു ലൈൻ വോൾട്ടേജും എം വി എ എന്ന് പറയുന്നത് ടോട്ടൽ എം വി എ ആണ്. ടോട്ടൽ എം വി എ മീൻസ് ഈ 3 ഫേസിൻ്റെയും സം ആയിരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. ദിസ് ഈസ് ഫോർ 3 phase. Now I think for single phase and 3 phase per unit impedance എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ എങ്ങനെയാണ് പെർ യൂണിറ്റ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുക? ഓക്കെ, ഇൻ പെർ യൂണിറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രാൻസ്ഫോമർ ഫസ്റ്റ് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഇക്വിവാലൻറ്റ് സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. ട്രാൻസ്ഫോമറിൻ്റെ ഇക്വിവാലൻറ്റ് സർക്യൂട്ട് എല്ലാം നമ്മൾ ട്രാൻസ്ഫോമർ സെക്ഷനിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്കറിയാം. ഒരു ട്രാൻസ്ഫോമറിന് ഞാനിവിടെ പ്രൈമറി ഇംപീഡൻസിനെ Z1 എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് അവർ പ്രൈമറി നമ്പർ ഓഫ് ടേൺസ്, ദിസ് ഈസ് അവർ സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ദിസ് ബി secondary impedance. Okay, and I am considering this as our V1, this is as V2, secondary terminal voltage, this is primary terminal voltage. Z1 is the primary impedance, Z2 is secondary impedance, and we know transformer is a negatively coupled circuit ആണ്. നെഗറ്റീവ്ലി കപ്പിൾഡ് സർക്യൂട്ട്. ഈ കറണ്ട് I1 ഇതിൽ പാസ് ചെയ്യും, I2 is leaving from this terminal. So I am marking dot on entering side of first terminal and leaving side of the other terminal, which means transformer is a negatively coupled circuit. Okay, ഇനി ഈ രീതിയിലാണ് നമ്മൾ നോർമലി ട്രാൻസ്ഫോമറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബട്ട് പ്രാക്ടിക്കലി പവർ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ കോംപ്ലെക്സ് സർക്യൂട്ടാണ്. ഒരു പവർ സിസ്റ്റത്തിൽ വരുന്ന ട്രാൻസ്ഫോമേഴ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ന്യൂമറസ് വാല്യൂ ആണ്. ആ ഒരു കേസിൽ ഇഫ് വി ആർ റെപ്രസെൻറ്റിങ് എവറി ട്രാൻസ്ഫോമർ ലൈക്ക് ദിസ്, ഈ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് വെച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എഗെയിൻ ആ നെറ്റ്വർക്കിനെ കോംപ്ലെക്സ് ആക്കി മാറ്റുകയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് പെർ യൂണിറ്റ് വാല്യൂസിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് വരുന്നത്. യൂസിങ് പെർ യൂണിറ്റ് സിസ്റ്റം ഈ ട്രാൻസ്ഫോമറിന് സിംപ്ലി ഒരു സെഡ് പെർ യൂണിറ്റ് വാല്യൂ ആയിട്ട്, സെഡ് പെർ യൂണിറ്റ് എന്നുള്ളൊരു വാല്യൂ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് എന്ന് പറയുന്നത് V1 പെർ യൂണിറ്റും V2 പെർ യൂണിറ്റും ഈ രീതിയിലുള്ളൊരു സിമ്പിൾ റെപ്രസെൻറ്റേഷനിലോട്ട് പെർ യൂണിറ്റ് സിസ്റ്റം യൂസ് ചെയ്ത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ കേസിൽ സെറ്റ് പെർ യൂണിറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഈ സർക്യൂട്ടിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ സെറ്റ് പെർ യൂണിറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ റെപ്രസെൻറ്റേഷനിൽ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ റെപ്രസെൻറ്റേഷനും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നൗ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്കറിയാം ഇംപീഡൻസിനെ പ്രൈമറിയിലോട്ടും സെക്കൻഡറിയിലോട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പ്രൈമറി സൈഡിലോട്ട് റെഫർ ചെയ്യാൻ പറ്റും. ഓർ വി ക്യാൻ സിംപ്ലി റൈറ്റ് ഇക്വിവാലൻറ്റ് സർക്യൂട്ട് റെഫേർഡ് ടു പ്രൈമറി. പ്രൈമറിയിലോട്ട് ഞാൻ ഈ ഇംപീഡൻസിനെ, സെക്കൻഡറി സൈഡിലുള്ള ഇംപീഡൻസിനെ പ്രൈമറി സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ what will be the value of our primary impedance? Z01 equal to Z1 plus Z2 divided by K square. What is K? Here I am considering the number of turns be in the ratio 1:A.
what is K? K is our transformation ratio. K is all these terms are already we are familiar in what? Transformer section. ഇതെങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നതെന്നൊന്നും ഞാൻ ഡിറൈവ് ചെയ്യുന്നില്ല. ഓൾറെഡി ഈ ഇക്വേഷൻസ് എല്ലാം നമുക്ക് ഫെമിലിയർ ആണ്. ആൻഡ് വാട്ട് ഈസ് കെ? കെ ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വിച്ച് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ടേൺസ് റേഷ്യോ. ആൻഡ് വാട്ട് ഈസ് ടേൺസ് റേഷ്യോ? ടേൺസ് റേഷ്യോ മീൻസ് n1 divided by n2. ഈ കേസിൽ ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത് n1 here it is 1 and what is n2a. So n1 by n2 equal to 1 by a. That means k equal to a. Reciprocal of 1 by b is equal to a. So z1 plus z2 divided by a square. This is the value of our primary impedance. Primary impedance or impedance referred to primary. Okay. Next, ട്രാൻസ്ഫോമറിൻ്റെ പെർ യൂണിറ്റ് ഇംപീഡൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ട്രാൻസ്ഫോമറിൻ്റെ പെർ യൂണിറ്റ് ഇംപീഡൻസിനെ സിംപ്ലി ഐ ആം റെപ്രസെൻറ്റിംഗ് വിത്ത് സെഡ് പെർ യൂണിറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു Z01 ഡിവൈഡഡ് ബൈ റെഫേർഡ് ടു പ്രൈമറി ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ടോട്ടൽ ഇംപീഡൻസ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ബേസ് വാല്യൂ വിച്ച് ഈസ് നത്തിങ് ബട്ട് അവർ പെർ യൂണിറ്റ് വാല്യൂ. ഈ കേസിൽ Z01 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് Z1 പ്ലസ് Z2 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ആണ് വിച്ച് ഈസ് ഹോൾ ഡിവൈഡഡ് ബൈ Z1 ബേസ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഈ Z1 ബേസ് എന്ന ഡിനോമിനേറ്ററിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. Z1 ഡിവൈഡഡ് ബൈ Z1 ബേസ് പ്ലസ് Z2 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇൻറ്റു Z1 base, a square into Z1 base, and we will get the value as Z1 divided by Z1 base എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ Z1 base എന്ന് പറയുന്നത് പ്രൈമറി സൈഡിൻ്റെ ഇംപീഡൻസ് വാല്യൂവിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബേസ് വാല്യൂ ആണ് Z1 base എന്ന് മീൻ ചെയ്യുന്നത്. നമുക്കറിയാം ഫോർ എ ട്രാൻസ്ഫോമർ V1 by V2 is equal to n1 by n2 which is equal to ഈ കേസിൽ 1 by a, right? And what is I1 by I2? I1 by I2 എന്ന് പറയുന്നത് വോൾട്ടേജ് റേഷ്യോയുടെ റെസിപ്രോക്കൽ. ദാറ്റ് മീൻസ് a ആണ് I1 by I2 എന്നുള്ളൊരു വാല്യൂ കിട്ടുന്നത്. ആൻഡ് ഇംപീഡൻസ് നമുക്കറിയാം, ഇംപീഡൻസ് ഈസ് പ്രപ്പോർഷണൽ ടു V1 by I1 divided by V2 divided by I2, right? So this value, I am converting this division into multiplication, so we will take the reciprocal of this denominator value, right? V1 divided by I1 multiplied by I2 into V2, that is voltage terms I am taking together and current terms I am taking together. So V1 by V2 multiplied by I2 divided by I1. And what is V2 divided by V1? Sorry, V1 by V2 equal to 1 by A. And what is I2 divided by I1? I1 by I2 is A. So I2 by I1 means 1 by A. That is Z1 by Z2 equal to 1 by a square, or we can write Z2 equal to a square into Z1. Z2 equal to a square into Z1. ഈ ഫോർമുലാസ്, ഈ I1 by I2, V1 by V2, Z1 by Z2, ഈ ഇക്വേഷൻസ് എല്ലാം ട്രാൻസ്ഫോമറിൻ്റെ ബേസിക്കിൽ നമുക്ക് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഇക്വേഷൻസിൽ കൺഫ്യൂഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൺസ് അഗെയിൻ ഈ ഫോർമുലാസ് എല്ലാം ഇവിടെ റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇഫ് വി സബ്സ്റ്റിറ്റ്യൂട്ട് എ സ്ക്വയർ ഇൻറ്റു Z1b ആസ് Z2b, the value doesn't change.
അതിനാണ് ഞാൻ ഈ വാല്യൂ Z2 ഈക്വൽ ടു A സ്ക്വയർ Z1 എന്നുള്ള വാല്യൂ കാണിക്കാൻ കാരണം ഇവിടെ A സ്ക്വയർ ഇൻറ്റു Z1 ബേസ് എന്നുള്ള വാല്യൂ ഞാൻ ഇക്വിവാലൻറ്റ് Z2 ബേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ Z1 ഡിവൈഡഡ് ബൈ Z1 ബേസ് പ്ലസ് Z2 ഡിവൈഡഡ് ബൈ A സ്ക്വയർ ഇൻറ്റു Z1 ബേസ് എന്ന് പറയുന്നത് Z2 ബേസ് ആയിട്ട് മാറും. ഇനി ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിന് പെർ യൂണിറ്റ് വാല്യൂവിൻ്റെ ഇക്വേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സി ദിസ് ഈസ് അവർ ആക്ച്വൽ വാല്യൂ ആൻഡ് ദിസ് ഈസ് അവർ base value. Again this is our actual value in the secondary and this is our base value in the secondary. So I can replace this as our Z1 per unit plus Z2 per unit. And what is Z1 and Z2 means? Z1 is nothing but our primary per unit value plus secondary per unit value S. I am giving the suffix as S. That means Z per unit referred to primary for a transformer equal to ZP per unit plus ZS per unit, right? Let this be our equation referred to primary. And now I am going to calculate the per unit value of impedance referred to secondary. ഈ ഇംപീഡൻസിനെ പ്രൈമറിയിലുള്ള ഇംപീഡൻസിനെ സെക്കൻഡറിയിലോട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മൾ എഗെയിൻ പെർ യൂണിറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഹിയർ ഇക്വാലൻറ്റ് സർക്യൂട്ട് റെഫർ ടു സെക്കൻഡറിയിൽ ദിസ് വിൽ ബി Z2 Z02 or impedance referred to secondary will be equal to Z2 plus Z1 into K square, Z1 into K square. So Z2 plus Z1 into what is K equal to A, that is A square, and I am going to calculate the per unit value now, which is equal to Z02 divided by Z2 base, and this value is nothing but into A square divided by Z2 base, which is equal to Z2 divided by Z2 base plus Z2, sorry, this is not Z2, Z1 into A square, Z1 into A square divided by Z2 base, Z1 into A square divided by Z2 base. Okay, now I am taking A square in the numerator to denominator, so we will get as Z2 plus Z2 by Z2 base plus Z1 divided by Z2 base divided by A square. From this equation Z2 by A square എന്ന് പറയുന്നത് എന്താണ്? Z1 ആണ്. So if Z2b by A square എന്ന് പറയുന്നത് Z1 ബേസിന് equivalent ആണ്. That means Z2 divided by Z2 base plus Z1 divided by Z1 base. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് Z per unit ന്റെ വാല്യൂ കിട്ടും. That means Z per unit equal to, again this is the value of impedance, per unit impedance in the secondary, that is ZS per unit. S suffix I am giving for secondary. Z2 എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറിയിലുള്ള ഇംപീഡൻസിൻ്റെ വാല്യൂ ആണ് Z2 എന്ന് പറയുന്നത്. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് സെക്കൻഡറിയിലുള്ള പെർ യൂണിറ്റ് ഇംപീഡൻസ് ആണ്, പ്ലസ് Z1 by Z1 ബേസ് എന്ന് പറയുന്നത് പ്രൈമറിയിലുള്ള പെർ യൂണിറ്റ് വാല്യൂ ആണ്. ആൻഡ് നൗ സീ ദീസ് ഇക്വേഷൻസ്. This is referred to primary and this is referred to secondary. Referred to primary referred to secondary നമുക്ക് കിട്ടുന്ന വാല്യൂ സെയിം ആണ്. That means
ട്രാൻസ്ഫോമറിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ റെഫർ ടു പ്രൈമറി ചെയ്തിട്ട് കിട്ടുന്നതും റെഫർ ടു സെക്കൻഡറി ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂം സെയിം ആണ്. ആൻഡ് ദാറ്റ് വിൽ ബി സെറ്റ് പെർ യൂണിറ്റ് ഈക്വൽ ടു പ്രൈമറി സൈഡിലുള്ള ഇംപീഡൻസിൻ്റെ പെർ യൂണിറ്റ് പ്ലസ് സെക്കൻഡറി സൈഡിലുള്ള ഇംപീഡൻസിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ. ഓർ സിംപ്ലി വി ക്യാൻ ടേക്ക് എല്ലാ ഇംപീഡൻസിനെയും പ്രൈമറിയിലോട്ടോ അല്ലെങ്കിൽ എല്ലാ ഇംപീഡൻസിനും സെക്കൻഡറിയിലോട്ടോ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ട്രാൻസ്ഫോം ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂവും സെയിം ആയിരിക്കും. സോ ദിസ് ഈസ് അബൌട്ട് അവർ ട്രാൻസ്ഫോമർ, പെർ യൂണിറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഇനി നമുക്കറിയാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഡെറിവേഷൻസിനും പ്രോബ്ലംസിനും ഈക്വലൻ്റ് ആയിട്ടാണ് അവർ ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത്. സോ ഡെറിവേഷൻസും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഡെറിവേഷനും കാണിച്ചിരിക്കുന്നത്. ഇനി പെർ യൂണിറ്റിൻ്റെ കേസിൽ ചെറിയൊരു ടോപ്പിക്കും കൂടെ ഉണ്ട്, ബേസ് ട്രാൻസ്ഫോർമേഷൻ. ബേസിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഫോർമുലയും കൂടെ നമുക്ക് നോക്കണം. സോ ലെറ്റ്സ് സീ ദാറ്റ് നൗ. നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന വാല്യൂ ഒരു പർട്ടിക്കുലർ MVA ബേസിലും കിലോ വോൾട്ട് ബേസിലാണ്. ആൻഡ് ഈ ബേസ് വാല്യൂസിനെ സപ്പോസ് വി ആർ ഗോയിങ് ടു ചേഞ്ച്. ഈ ബേസ് വാല്യൂസിനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ന്യൂ പെർ യൂണിറ്റ് വാല്യൂ എന്താണെന്ന് നോക്കാം. സോ സെറ്റ് പെർ യൂണിറ്റിൻ്റെ ഫോർമുല നമുക്കറിയാം. സെറ്റ് ആക്ച്വൽ വാല്യൂ ഓഫ് സെറ്റ് മൾട്ടിപ്ലൈഡ് ബൈ MVA ബേസ് ഡിവൈഡഡ് ബൈ KVB base. And now I am considering this be our old value and this be also our old value. So definitely the per unit value here we got as our old value. ഇനി ഈ MVA KV വാല്യൂസ് ഞാൻ പുതിയൊരു വാല്യൂയിലായിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ ഇഫ് ഐ ആം കൺവേർട്ടിങ് നമുക്ക് കിട്ടുന്ന പെർ യൂണിറ്റ് വാല്യൂ പുതിയ വാല്യൂ ആയിരിക്കും. നമുക്ക് മുമ്പ് കിട്ടിയ വാല്യൂ അല്ല ഇവിടെ കിട്ടാൻ പോകുന്നത്. സോ ദിസ് വിൽ ബി അവർ MVA ബേസ് ന്യൂ ആൻഡ് ദിസ് വിൽ ബി അവർ KVB ബേസ് ന്യൂ. ഇനി ഈ രണ്ട് ഇക്വേഷൻസിൻ്റെയും റേഷ്യോ ഞാൻ എടുക്കുകയാണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 2 ഇംപ്ലൈസ് സെറ്റ് പെർ യൂണിറ്റ് old. Sorry, I am taking set 2 by set 1. If I am taking as set 2 by set 1, set per unit new divided by set per unit old, which is equal to set into MVA base new divided by KVB base new whole divided by set into MVA base old divided by KVB base old. Okay, set common ആണ് because actual value രണ്ട് കേസിലും ചേഞ്ച് ആവുന്നില്ല. സോ വി ക്യാൻ ക്യാൻസൽ സെറ്റ് ഡയറക്ട്ലി ആൻഡ് ബാക്കിയുള്ള പാരാമീറ്റേഴ്സിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ സി ദിസ് ഈസ് MVA ബേസ് ന്യൂ divided by new value of base voltage which is KVB. I am writing over here KV base new. Okay, so this value will goes to the numerator if we multiply. So this is KVB old and this is MV base old. MVA base old. ഈ രീതിയിലേക്ക് നമുക്ക് ഇക്വേഷൻ കിട്ടും. സോ നമുക്ക് ന്യൂ സെറ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ വാല്യൂവിനെ RHS ഓഫ് ദിസ് ഇക്വേഷൻ കൊണ്ടുവരികയാണെങ്കിൽ സെറ്റ് പെർ യൂണിറ്റ് ന്യൂ ഈസ് ഈക്വൽ ടു സെറ്റ് പെർ യൂണിറ്റ് ഓൾഡ് മൾട്ടിപ്ലൈഡ് ബൈ MVA base new divided by KV base, sorry not KV,
MVA base volt multiplied by kV base volt divided by kV base nu, square of voltage value. This is our equation. ഡയറക്റ്റ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ്. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് ബേസ് കൺവേർഷൻസ് വരുമ്പോൾ ന്യൂ പെർ യൂണിറ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സോ we will solve some problems in per unit system in the next lecture. Thank you.